ആ ഭഗവതി വിഷയം സമ്പ്രദായത്തിൽ താൽക്കാലിക ഓർമ്മയിലുള്ള ആ ഭവേശ്വരീകരണം സമർപ്പണം കണ്ട ഒരു വഴിപാട് കണ്ടു. ഈ എന്തെങ്കിലും സമർപ്പണം ഉണ്ട് അല്ലേ? ഇവിടുത്തെ വിശേഷകാലങ്ങൾ കൊല്ലത്തിലേക്ക് വളത്തിനാണോ അത് വേറൊന്നും കണ്ടില്ല. നിശ്ചയിക്കാം അല്ലേ? ഭവേശ്വരിക്ക് വാർഷികമായിട്ട് ഇവിടുത്തെ ഉത്സവാദി കാലത്ത് വിളക്ക് നിന്നോട് ധർമ്മദേവി കടി ബ്രാഹ്മണീ പ്രേതമൂലീ ഇനി ആ ശാപം നിന്നൊക്കെ തിരുവേനി ഒരു സ്ത്രീ ശാപം അതിനെന്താ ഒരു പരിഹാരമാണ്? ഒരു ഹത്യാദുരിതം ശാപം രണ്ട് വിഷയങ്ങളാണ്. ഞാൻ ഇവിടെ ദോഷം കൊണ്ട് പറഞ്ഞ അവിടെ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞേക്കോ വേണ്ടതെന്താണ് ഹത്യാദുരിതത്തിന്റെയും സ്ത്രീശാപത്തിന്റെയും ശാശ്വത പരിഹാരം. ഈ ശുക്രന്മാർക്ക് പാവമധ്യസ്ഥി, ചന്ദ്രനഷ്ടവർക്ക് ഒരു കാര്യം ചെയ്യാം. ഒറ്റ ഇതാണ്, വൈഷ്ണവമായിട്ട് പൂജിച്ച് പത്മൂട്ട് പൂജിച്ച് ദ്വാദശനാമം കാലഘട്ടം ചെയ്യാം. ബഹുത്തേന ദമ്പതി സമാരാധന നടത്തി ശാപദുരിതങ്ങളെ ആവാഹിച്ച് കമലിന് പ്രതിമയിലേക്ക് ആവാഹിച്ച് അത് ദാനമാണ് വേണ്ടത്. അത് എങ്ങനെയാണ്? പിന്നെ ഇത് ആരും മേണിക്കാൻ അങ്ങനെ നോക്കാം. ദാനം തന്നെ നോക്കാം. ആരാണ് അടിക്കാ ദാനം? പറഞ്ഞതേ ഉള്ളൂ. സമ്പ്രദായത്തിന് നോക്കൂ, എന്താ പറയാ അർഹതപ്പെട്ടവർക്ക് അതില് ഞാനത് പറഞ്ഞു കഴിഞ്ഞോട്ടെ ചോദിക്കാം. ഈ ദമ്പതി ദാനം എന്നുള്ളൊരു വിഷയം പറഞ്ഞില്ലേ? ഇപ്പൊ ദാനം ചെയ്യാന്നല്ലേ പറഞ്ഞത്, എവിടെയും സമർപ്പിക്കാന്ന് വെക്കാവുന്ന. പിന്നെ ഈ ദമ്പതി ദാനം കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിൽ ദാനത്തിന് പ്രാധാന്യമുണ്ട്. ദമ്പതികൾക്ക് പ്രത്യേകിച്ച് ബ്രാഹ്മണ ഇവർക്ക് അവിടെ വച്ചിട്ട് ദാനം ചെയ്യാം എന്നൊരു ഇത്. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കാലിയഴിച്ചിട്ട് എന്തായാലും ദ്രോഹത്തിന്റെ കൂടെ ഒരു ഇത് വരണതല്ലേ അവസാനം. അതിപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ത്രീ പ്രതിമയിലേക്കോ എന്തിലേക്കെങ്കിലും ആവാഹിച്ച് ഈ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിൽ ആ തറയിൽ വെച്ചിട്ടാണ് അവിടെ പോയിട്ട് ഒരു ദാനം, ഒരു ദമ്പതികളെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് അവിടെ നിന്നൊരു ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ ഒരു സമ്പ്രദായത്തോട് കൂടിയിട്ട് നോക്കി നോക്കും. അതായത് സമർപ്പണം ഈ പറഞ്ഞ പോലെ ഇത് മേടിക്കാൻ ആളെ കിട്ടൽ കഷ്ടിയാവും സ്വാഭാവികമായിട്ട്. അപ്പം എവിടെയെങ്കിലും സമർപ്പിക്കുക. അത് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നുള്ളത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കാം. അതിലിപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഈ ദാനം അവിടെ വെച്ചിട്ട് ചെയ്യാവുന്നൊരു ഇതുണ്ട്. അവിടുത്തെ ദാനത്തിനൊരു പ്രാധാന്യം പറയുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ. അവിടെ ദമ്പതികളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് നിർത്തി അവരെ ആ ദേവനെ സാക്ഷാത്തി കൊടുക്കുന്ന സമ്പ്രദായം ഈ ദമ്പതി ശാപത്തിന് കാര്യമാണ്. അങ്ങനെയാണെച്ചാൽ വേണ്ടത് ആ
ദാനം ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ഈ സ്ത്രീ ദമ്പതികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള അതെല്ലാം കൂടിയും കൂട്ടി അവിടെ വിളിച്ച് ദമ്പതിയായിട്ട് തന്നെ വിളിച്ചുകൊണ്ട് വന്നു രണ്ടുപേരെ കൊണ്ടുവന്ന് നിർത്തി ഇത് പറഞ്ഞ് അവർക്ക് കൊടുത്തു. ദേവനെയും ഇവരെയും പ്രദർശനം വെക്കണം. അതൊരു ഒരു പ്രത്യേകത ആയിട്ടൊരു പരിഹാരം പറയാനുള്ളതാണ്. കാഞ്ഞങ്ങാട്ട് അന്തർജനങ്ങൾക്ക് പ്രാധാന്യവുമുണ്ട്. ശുക്രന്റെ അത് ഇവരൊരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരം പഞ്ചവർഗത്തോട് കൂടിയിട്ട് ഇന്നത്തെ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കി അതിന് മാലിന്യങ്ങൾ മാറ്റിപ്പെടുത്തി അതിനെ സ്വസ്ഥമാക്കിയിട്ട് യഥാർത്ഥം പ്രദർശിച്ച് അതിന്റെ കളക്ഷങ്ങൾ അവിടെ പണി നടക്കണ്ടെന്ന് തീർച്ചയായിട്ടും അതിപ്പോ ഈ പറഞ്ഞ പോലെ ദുർഗയുടെ ആയാലും ഗണപതിയുടെ ആയാലും ബിംബത്തുമ്മ തൊട്ട് എന്ത് ചെയ്യണ്ടെങ്കിലും ബാലാലയത്തിൽ മാറ്റിയേ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇവര് പറഞ്ഞ പോലെയാണ് പറ്റില്ല. അല്ല അത് അടി തൊട്ട് മുകളിലേക്ക് വരുന്നില്ല. അപ്പൊ സ്വാഭാവികം അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗണപതിയുടെ ഒക്കെ നോക്കണം. ഞാൻ ഭഗവതിയുടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്താൽ ശരിക്കൂടെ അടയാളപ്പെടുത്തി മേടിക്കാം. അന്ന് അതിപ്പോൾ നേരം ഇപ്പം നേരം അപ്പോൾ പക്ഷെ അത് മാറാണ്ട് നോക്കണം. നമ്പർ ഇട്ട് വെക്കണം. അതാത് തിരിച്ചു കൊടുത്ത് വെക്കണം. അത് തന്നെ തിരിച്ചു വയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഉദ്ദേശിക്കാൻ വേണം അവർക്ക് അതിന് മുമ്പ്. വളരെ നന്നായില്ലേ പോരെ. ഇടവത്തിന് തടവില്ല. ശുക്രൻ 4 വിഘ്നത്തിൽ വ്യാഴം സ്ഥിരരാശി. അവിടെ എന്താ ചെയ്യാൻ അപ്പോൾ അതിനെ കേട്ടോ. അന്ന് കണ്ട് നിശ്ചയിച്ച കണക്ക് കണക്കാ നോക്കിയതേ. ഒറ്റക്കല്ലി കിട്ടോ. നാലടി ഇല്ലതാകെ ഇത് 3 അടി ഓരോ അടി കട്ടലുണ്ട്. അപ്പോൾ ആ ഒരടി ഏറ്റവും ഫ്രണ്ടിലിട്ടാൽ മതി. അപ്പോൾ അത്രയും വെള്ളം വരില്ല. ഫ്രണ്ടിൽ തെക്കോത്തെ ചെരുവൊന്ന് നോക്കിയിട്ടോ. പിന്നെ ഭഗവതിര് മുകളിൽ ഇങ്ങനെ വരില്ല. മണ്ണ് പോയി മണ്ണ് പോയി അത് തട്ട് പൊളിക്കുമ്പോൾ കല്ല് മണ്ണ് ചെങ്കപ്പൊടി മണ്ണ് ദുർഗയുടെ വിഷയം കൂടി എന്നാൽ ഈ പറഞ്ഞ പ്രകാരം അതിലെ മാലിന്യം നീക്കിയതിന് മേലെ